അല്ലെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാ മതി അയാളുടെ തനിനിറം പുറത്തു വരാൻ. ഇങ്ങ് വരട്ടെ. വസുമതി ഒന്ന് നിന്നേ. നീ എന്തോടി അവിടെ ഒളിച്ചിരിക്കായിരുന്ന? എന്റെ ഒരു കണ്ണേ എപ്പോഴും നിങ്ങളുടെ മേലുണ്ടാവുമെന്ന് കരുതിക്കോ. ഓ, നിന്റെ ഈ ഒരു കണ്ണായിട്ട് എന്തിനാ എന്റെ മുകളിലോട്ട് വെക്കുന്നത്? നിന്റെ ഈ രണ്ട് കണ്ണും എടുത്ത് എന്റെ തോളയിലോട്ടം കിട്ടോ. പിന്നെ വെറുതെ എന്തിനാ ഈ ഒരു കണ്ണും വെച്ച് വല്ലവരെയൊക്കെ നോക്കാൻ പോന്നെ? ഓഹോ, അപ്പൊ ഞാൻ നിങ്ങളെ തന്നെ നോക്കിയിരുന്നോണം. നിങ്ങൾ തോന്നുന്നവരെയൊക്കെ നോക്കൂ അല്ലേ? എന്തോ നാടി ഇത്? ഞാൻ ആരെ നോക്കി? നിനക്കിപ്പോ എന്തോ പ്രശ്നം നീരജ്? നിങ്ങൾ എന്താ ആ വസുമതിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ വസുമതി? ഓ, വസുമതി എടുത്താ? അതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓ, പ്രത്യേകിച്ചൊന്നും ഇല്ലാതെയാണോ കുറെ നേരം സംസാരിച്ചോണ്ടിരുന്നത്? എടി, ആ വസുമതി നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. അവർക്ക് വലിയ വിവരമൊന്നുമില്ലാത്ത സ്ത്രീയാ. അതിന് അവർക്ക് വിവരമുണ്ടെന്ന് നമ്മൾ എപ്പോഴാ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വല്ല വിചാരം ഉണ്ടായിരുന്നോ? എന്തോന്നടി, എനക്കെന്ത്? ഒരിക്കലും ഇല്ല. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചത് നമ്മുടെ അഷിതയുടെയും പൃഥ്വിയുടെയും കാര്യങ്ങളാ. അഷിത ഗർഭിണിയായനെ ആ പെണ്ണുമ്പുള്ള നിലത്തൊന്നുമല്ല. ഇവിടുത്തെ സ്വത്തല്ല ഇനി അവർക്ക് കിട്ടുമല്ലോ എന്നൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ തുള്ളലാ പെൺപിള്ളക്ക്. ഓ, അപ്പൊ അടുത്ത പാരയാണോ? ഏത് പാരയും നമുക്ക് വേണ്ടുന്ന രീതി മാറ്റിയെടുക്കുന്നിടത്താണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. ഇവരെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവാനാ? ആ ദുർഗയും കിരണിനെയും പുറത്താക്കാനേ നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നവരാണ് വസുമതി മഷിതയും. അവരെ നമുക്കൊപ്പം നിർത്തിയ ആ കിരണിനെയും ദുർഗയും പുറത്താക്കാൻ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് പ്രയോജനപ്പെടും. ആ, അങ്ങനെ അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മൾ അവരെ ഉപയോഗിക്കാന്ന് കരുതിയിരിക്കുമ്പോ അവര് നമ്മളെ ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എന്തോ നാടി, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കും, പക്ഷെ നമ്മൾ പൊട്ടന്മാരാണെന്ന് കരുതുന്നവരായിരിക്കും നമ്മളെ പറ്റിച്ചിട്ട് അങ്ങ് പോകുന്നത്. അപ്പോഴേ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല.